വോട്ടിംഗ് ഡേ അങ്ങനെ വൈകുന്നേരത്തോടടുക്കുകയാണ്. അല്ല, എല്ലാവരും വോട്ട് ചെയ്തോ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. അബ്ദുൾ മാഷേ, മാഷെ പറഞ്ഞോളൂ. സമാപിക്കാൻ പോവാണ്. ഒരു 50 മിനിറ്റ് കൂടി മാത്രമേ സമയമുള്ളൂ. രാവിലെ മുതൽ തന്നെ ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. 217, 218. 2 ബൂത്തിലും ഒരു 6 മണി മുതൽ രാവിലെ പ്രഭാതത്തിൽ 6 മണി മുതൽ നീണ്ട നിര തന്നെയാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവിടെ ആളുകളില്ലാതെ ഒരു ഇടവേള വന്നിട്ടുള്ളത്. വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ പോളിംഗ് നടന്നത്. നിലവിലൊരു 73% 2 ബൂത്തിലും ശരാശരി പോളിംഗ് നടന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ അത് 80% എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തികച്ചും സമാധാനപരമായിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് നല്ലൊരു മുൻതൂക്കം വരുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇവിടെ പൊതുജനങ്ങൾ. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വിഭിന്നമായിട്ട് എന്തെങ്കിലും ശ്രദ്ധയപ്പെട്ടോ? ശ്രദ്ധയപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട് നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ. മാത്രമല്ല ഒരു ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രകടമാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ എടുത്തു പറയുന്നത്. തികഞ്ഞ പ്രതീക്ഷയിലാണല്ലേ? തികഞ്ഞ പ്രതീക്ഷയിലാണ്. ചുരുങ്ങിയ വോട്ടിനെങ്കിലും സ്ഥാനാർത്ഥി സൂരജ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പറഞ്ഞോളൂ. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏകദേശം ഒരു 75% പോളിംഗ് നടന്നു. വളരെ സമാധാനപരമായിട്ട് തന്നെ 2 ബൂത്തിലും വളരെ നല്ല രൂപത്തിൽ പോളിംഗ് ശതമാനമൊക്കെ ഉയർന്ന് കാണുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് LDFന്റെ സംബന്ധിച്ചിടത്തോളം LDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സച്ചിൻ നേബിന്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് ജനങ്ങൾ ശരിക്ക് LDFന് വളരെയധികം സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണത്തേക്കാണ് ഭൂരിപക്ഷം കൂടുന്ന പറയുന്നത്. തവണത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള രൂപത്തിലാണ് ഇന്നത്തെ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദിനങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും ഇതൊരു ഉത്സവമാണല്ലോ. കാരണം പഞ്ചായത്ത് തോളോട് തോട് ദിവസം ഇതാണ് നമുക്ക് വേണ്ടി. മാഷെ എന്തൊക്കെ സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? ഭരണവിരുദ്ധ വികാരമാണ് ഇവിടുത്തെ വോട്ടർമാരിൽ അധികം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ UDF ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടാവുന്നുള്ളതാണ്. എല്ലാവരുടെയും വോട്ടർമാരുടെ ഭൂരിപക്ഷം വോട്ടർമാരും എല്ലാവരും ആവേശത്തിലാണ്. എന്താ പറയുന്നത്? പറയും. ഭരണവിരുദ്ധ വികാരം നല്ലോണം തീർച്ചയായിട്ടും അതിവിടെ നിലയ്ക്കുന്ന പറയുന്നത്. തീർച്ചയായിട്ടും നിലയ്ക്കും. ബ്രേക്ക് എന്താ പറയാനുണ്ടോ? അധികമൊന്നും പറയാനില്ല. 2000-3000 ഭൂരിപക്ഷം ആർക്ക്? സൂരജിന്. അത് തന്നെ പറയാനുള്ളത്. അപ്പൊ കേരളത്തിൽ മൊത്തം നോക്കുന്ന UDF തിരിച്ചു വരും ഞങ്ങൾ പറയുന്നത്. ധൈര്യമായിട്ടും ഒരു 85 സീറ്റ് 90 സീറ്റ്. കറക്റ്റ്. ബൂത്തിൽ തന്നെ അവസാന നിമിഷം നവാസ്കാവ് വെച്ച് ബാക്കി എല്ലാവരും ഒരു UDF തരംഗാണ്. VD പറഞ്ഞതുപോലെ ഒരു 100+. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ജനങ്ങളൊക്കെ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. നല്ല പോളിംഗ് ആണ്. പക്ഷേ സൗഹാർദ്ദപരമായ മത്സരമാണ്. മെയ് 4-ാം തീയതി വമ്പിച്ച ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ബാലുശ്ശേരി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പല ബൂത്തുകളിൽ സന്ദർശിച്ചപ്പോൾ ഒരു വോട്ടർമാരുടെ വളരെ ഉത്സാഹപൂർവ്വമുള്ള, നമ്മൾ വോട്ട് സാധാരണ ചെയ്യാൻ പറയണം, അത് വേണ്ട, നേരിട്ട് വന്ന് അവർ തന്നെ വോട്ട് ചെയ്ത് നല്ല രീതിയിൽ UDFന് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് നിലനിൽക്കുന്നത്. ഉണ്ണികുളം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നിലവിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള വോട്ട് ലീഡ് കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ 5000 വോട്ടിന്റെ മുകളിൽ ലീഡ് നിലനിർത്തും UDF എന്നുള്ള പ്രതീക്ഷ. കണക്കുകൾ ശരിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വോട്ട് ചെയ്ത് വരികയാണോ? വോട്ട് ചെയ്ത് വരികയാണ്. എന്താണ് അഭിപ്രായം? പുതിയ അഭിപ്രായം നല്ല പോളിംഗ് തന്നെയാണ്. പിന്നെ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ പ്രാവശ്യം നമ്മൾ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ശരിയാ ഗൈസ്, ഇലക്ഷന്റെ അവസാന മണിക്കൂറിൽ ഇയ്യാട്ടെ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം നാസർ മാഷ് എന്താണ് പറയാനുള്ളത്? 238-39-40 UDFന്റെ പ്രവർത്തകരാണ് നിൽക്കുന്നത്. വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ നിന്ന് ഈ 3 ബൂത്തിൽ നിന്ന് 600 വോട്ട് ഏറ്റവും ചുരുങ്ങിയ ലീഡ് നേടിത്തരുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും UDFന്റെ ഏറ്റവും നല്ല ഉജ്ജ്വലമായ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ണികുളം പഞ്ചായത്തിൽ നിന്ന് കാഴ്ചവെക്കാൻ സാധിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാലുശ്ശേരിയിൽ ഒരു 40 വർഷത്തോളായി ഇടതുപക്ഷം മാത്രമാണ് ജയിച്ചു വന്നത്. അതിലൊരു മാറ്റം വേണം എന്നുള്ള അഭിപ്രായം പൊതുവെ ബാലുശ്ശേരിയിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ട്. അതിനു പറ്റിയ സ്ഥാനാർത്ഥി കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷ ഉണ്ട്. നല്ലൊരു വോട്ട് ജയിക്കും എന്ന് തന്നെയാണ്. ഇത്തവണ മാറ്റം ഉണ്ടാവും അല്ലേ?
മാറ്റം ആ പറഞ്ഞോളി. തീർച്ചയായും മാറ്റം ഉണ്ടാവും. ഇത്തവണ സൂരജ് വിജയിക്കും. ഓക്കെ ഓക്കെ സ്ഥാനാർത്ഥി മികവുറ്റ സ്ഥാനാർത്ഥിയാണ്, വിജയിക്കും. ഓക്കെ ഓക്കെ. ഉണ്ണികുളം പഞ്ചായത്തിന് ചുരുങ്ങിയത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF ഭാഗത്ത് നിന്ന് ഈ പ്രാവശ്യം ഉണ്ടാവും. ഓക്കെ സൂരജ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും ജയിക്കും ജയിക്കും. ഓക്കെ. എന്താണ് നേരത്തെ പറയുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല പ്രവർത്തനമാണ് ഉണ്ണികുളം പഞ്ചായത്തിൽ എല്ലാ വാർഡിലും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് 5000-ൽ അധികം ഭൂരിപക്ഷത്തിൽ സൂരജ് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ ഓക്കെ. എന്തായാലും ബാലുശ്ശേരി നമ്മൾ പിടിക്കും. 5000 വോട്ട് ഉണ്ണികുളത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി. ഓക്കെ ഓക്കെ. ഈയായിട്ട് 138, 39, 40 ബൂത്തുകളിലെ ഇലക്ഷനാണ് ഈ സ്കൂളിൽ വെച്ച് നടന്നത്. ഈ സ്കൂളിൽ നിന്ന് UDF-ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി സൂരജിനെ ജയിപ്പിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ 100% എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും അല്ലേ? ഒരു മാറ്റം ഞങ്ങൾ 100% പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ.